പാലാ വികസന മാതൃക ദുർബലമാകരുത്. ബൃഹത് പദ്ധതികൾ വേഗത്തിലാക്കണം. ജോസ് കെ മാണി MP. പാലായിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലങ്ങളായി കെട്ടിപ്പടുത്ത പാലാ വികസന മാതൃക ദുർബലമാകാൻ പാടില്ല എന്നും പാലായെ പുരോഗതിയിലേക്ക് നയിക്കുന്ന പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ജോസ് കെ മാണി MP പറഞ്ഞു. യുവാക്കളെ ഇവിടെ നിർത്താനുള്ള പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത്. കുറവിലങ്ങാട്ട് നിർമ്മാണം പുരോഗമിക്കുന്ന സയൻസ് സിറ്റിയും പാലാ IITയും ഇതോടൊപ്പം നിർമ്മിക്കുന്ന ഇൻഫോസിറ്റിയും സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റും ഇതിന് ഉദാഹരണങ്ങളാണ്. സയൻസ് സിറ്റിയുടെ പൂർത്തീകരണത്തിന് സംസ്ഥാന ബജറ്റിൽ 25 കോടി രൂപ അനുവദിച്ചു. ആദ്യഘട്ടമായി 10 കോടി രൂപ വകയിരുത്തി. കോട്ടയം ലോക്സഭാ അംഗമായിരുന്ന കാലത്ത് നടത്തിയ ഇടപെടലുകളുടെ ഫലമായാണ് 2014 കുറവിലങ്ങാട്ട് 30 ഏക്കറിൽ 100 കോടി രൂപ മുതൽ മുടക്കി സയൻസ് സിറ്റിയുടെ നിർമ്മാണം ആരംഭിച്ചത്. വരുന്ന സാമ്പത്തിക വർഷം പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ബജറ്റിൽ വളരെയധികം പാലായുമായി ബന്ധപ്പെട്ടും കോട്ടയവുമായി ബന്ധപ്പെട്ടും ബൃഹത്തായ പദ്ധതികളുമായി ബന്ധപ്പെട്ട വളരെയധികം നമുക്ക് ബജറ്റിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്ന്, ഏറ്റവും പ്രധാനമായും നമ്മുടെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പേപ്പറിനകത്തുണ്ട് നമ്മുടെ പാലാ IIIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ആ ഇൻഫർമേഷൻ ടെക്നോളജി നമുക്കറിയാം, അത് തുടങ്ങിയപ്പോൾ ഞാൻ വലിയ ദീർഘവീക്ഷണത്തോടുകൂടി നമ്മളത് തുടങ്ങി വെച്ചപ്പോൾ നമ്മളെ ഞാൻ പറഞ്ഞിരുന്നത് വലിയ ഒരു സ്കോപ്പും കാര്യങ്ങളുള്ളതാണ്. പക്ഷെ പലപ്പോഴും പല വ്യക്തികളും ഒക്കെ ഈ സ്ഥാപനം വന്ന് ആരംഭിച്ചിട്ട് പോലും ആക്ഷേപങ്ങളാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് മറ്റൊന്നുമല്ല. ഇപ്പോൾ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ 22-ാം തീയതി കേന്ദ്ര ധനകാര്യ മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇവിടെ IIT സന്ദർശിക്കുക. അതൊരു പബ്ലിക് പരിപാടിയായിട്ടില്ല, ഒരു കോൺവെർസേഷനാണ്, പാസിംഗ് ഔട്ടാണ്. അപ്പോൾ ആ പാസിംഗ് ഔട്ട് പരിപാടിയിൽ അവർ വരുന്നു, അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം നമുക്കറിയാം പാലായിലൊരു ഗ്രാമപ്രദേശത്ത് ആരംഭിച്ചെടുത്ത് അവിടെ വരുന്നു. അത് ഏറ്റവും അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സ്ഥാപനം ഇന്ന് ഏതാണ്ട് 2000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുകയാണ്. PhD സ്റ്റുഡൻസ് ഈ പറയുന്ന വളരെയധികം കുട്ടികൾ അവിടെ പഠിക്കുന്നു. മാത്രമല്ല അവിടെ ഈ പറയുന്ന നമ്മുടെ JEE പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് കിട്ടിയവർ ചിലപ്പോൾ IITയിലേക്ക് സെലക്ഷൻ കാണും. അവർ പോലും പല കുട്ടികളും പ്രിഫർ ചെയ്യുന്ന IITയിൽ വന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം ഒരു റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്നതാണ്. ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഫാക്കൽറ്റി മെമ്പർ ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തുന്ന അവിടെയാണ്. അവിടെ അങ്ങനെയുള്ള സ്ഥാപനം ഇന്നൊരു 300 കോടി രൂപയുടെ ഒരു സ്ഥാപനമായി മാറി എന്ന് മാത്രമല്ല, അവരുടെ ചുറ്റുപാടും എന്തെല്ലാം വികസനങ്ങൾ നടക്കുന്നത്. വലവൂരിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ തുടർഘട്ടമായി ഇൻഫോസിറ്റി ആരംഭിക്കുന്നതിനായി 5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് IITക്കൊപ്പം ഒരു ഇൻഫോസിറ്റിയും സ്ഥാപിക്കണമെന്ന ആശയം ഉയരുന്നത്. KM മാണി മെമ്മോറിയൽ ജനറൽ ആശുപത്രിയിലെ റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന്റെ പൂർത്തീകരണത്തിന് 5 കോടി രൂപയുടെ അനുമതിയും ബഡ്ജറ്റിൽ നൽകി. ആധുനിക റേഡിയേഷൻ സംവിധാനം ഒരുക്കുന്നതിനായി 5 കോടി രൂപയുടെ ഗ്രാന്റ് കൂടി ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുത്തോലിൽ സ്ഥാപിതമാകുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ 1ാം ഘട്ട പൂർത്തീകരണത്തിന് 3 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. പാലാ കേന്ദ്രമാക്കി പ്രൊഫഷണൽ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന് 3 കോടി രൂപയുടെ അനുമതി ലഭിച്ചെന്നും MP പറഞ്ഞു. i4 ന്യൂസ്, പാലാ.